ആ എന്താണോ മാത്തപ്പ? ചായ കാച്ചി അല്ലേ മാത്തപ്പൻ ചേട്ടാ? എത്ര വേണം? ഒരു 200. താൻ ബിരിയാണി ചെമ്പിലാണോ ചായ കുടിക്കുന്നേ? ചാരായത്തിനാണെങ്കിൽ തുറന്നു പറഞ്ഞൂടെ? 2 ദിവസമായാലും അങ്ങോട്ട് കണ്ടിട്ട്. അല്ല അത് പിന്നെ ഈ കഴിപ്പ് മാത്രം പോരാ, വല്ലതൊക്കെ ഭക്ഷിക്കുമ്പോൾ അച്ഛൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. എന്താ കാര്യം? എന്താ കാര്യമെന്ന് അറിയില്ല. നിങ്ങൾ നടന്നോ, ഞാൻ അച്ഛനെ ഒന്ന് കണ്ടേച്ചും വരാം. വാ ശരി വാ വാ. സിനോളെ എന്താടാ മണിയടിച്ച് കിഡ്നി അടിച്ചു പോയവരുണ്ടല്ലോ, മിക്കവാറും പള്ളിപ്പെരുന്നാളിന് മുമ്പ് ഒരു കുഴി വെട്ടേണ്ട വരും. ആ കുഴി തന്നെ നിന്ന് ഇടേണ്ടി വരും. മണിയടി. ഇന്നത്തെ കോളൊത്തു ഒരു പൈന്റ് മേടിക്കാം. വെല്ലുമച്ചിക്ക് തീരെ സുഖമില്ല. മോളെയും കൊച്ചുമോളെയും ഒന്ന് കണ്ടാ കൊള്ളാന്ന്. പഴയതൊക്കെ നമ്മൾ പരസ്പരം മറക്കണം. 10-22 കൊല്ലമായാലും എങ്ങനെ അകന്ന് കഴിയാൻ തുടങ്ങിയിട്ട് ഇനി എല്ലാം മറക്കണം. ഒന്നും മറക്കാൻ പറ്റില്ലച്ചോ. അത്രയ്ക്കേറെ ഇവരെന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. എന്നെ മാത്രമല്ല, എൻ്റെ കുടുംബത്തെയും. സഭയും സമുദായവും വന്ന് ഇവർക്കൊപ്പമായിരുന്നു. അങ്ങനെയാണല്ലേ ഞങ്ങൾക്കൊണ്ട് പറയാൻ. പെങ്ങടെ ഒത്തുകല്യാണത്തിന് അന്നാ ഞങ്ങളുടെ അപ്പച്ചൻ ഞങ്ങൾക്ക് നഷ്ടമായത്. ആരാ എന്റെ കാരണക്കാരൻ? റാഫേലേ നിർത്ത്. തമ്മിൽ തല്ലാനല്ല, ഒരു സമാധാനം ഉണ്ടാക്കാനാ നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. തന്നെ ഒറ്റുകൊടുത്ത ശിഷ്യനോട് പോലും ക്ഷമിച്ചവനാ കർത്താവ്. ആ തമ്പുരാന്റെ തിരുസന്നിധിയിൽ വെച്ച് ക്ഷമാപൂർവ്വം ഒരു പരിഹാരം ഉണ്ടാക്കണം. ഒരു പരിഹാരവും വേണ്ടച്ചോ. കർത്താവിൻ്റെ കൃപയാൽ ഈ മലമൂട്ടി ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുക. ബന്ധങ്ങൾ ഇനി ഏച്ചു കെട്ടിയ അത് മുഴിച്ചേ നിൽക്കൂ. അല്ലെങ്കിൽ തന്നെ കൊച്ചുമോക്ക് പേരും പ്രശസ്തിയും വന്നപ്പോഴാണല്ലോ ഈ ഒരു കുടുംബത്തെ ഓർമ്മ വന്നത്. ഒന്നും വേണ്ട, പറമ്പിൽ ഇത്തിരി പണിയുണ്ട്, ഞാൻ പോവാച്ചോ. ഇവരുമായിട്ടൊരു ഒത്തുതീർപ്പിന് ദയവായി ഇനി അച്ഛൻ മെനക്കെടരുത്. അപേക്ഷയാ. എന്തിനാ അച്ഛൻ വിളിപ്പിച്ചേ? കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് നിന്റെ ആങ്ങളമാർ വന്നിട്ടുണ്ടായിരുന്നു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക്. നിന്റെ അമ്മച്ചിക്ക് മോളെയും കൊച്ചുമക്കളെയും ഒന്ന് കാണണമെന്ന്. കഴിഞ്ഞതൊന്നും അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റില്ലല്ലോ. തമ്പുരാന്റെ ഓരോ തമാശകളെ. ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്, വന്നാട്ടെ. പറമ്പിൽ പണിക്കാർ വന്നിട്ടുണ്ടാവും, ഞാൻ ഇതൊക്കെ മാറ്റിയിട്ട് വരാം. ഓ, ഒരു കുപ്പിക്കള്ളം മതിയല്ലോ. ആ മടിച്ചുകോത അവിടെ എന്തെടുക്കുക? അവള് പഠിക്കുക, അതുകൊണ്ട് ഞാനിത് ഇങ്ങോട്ട് ചുമന്നു. ഒന്ന് കൈവച്ചേ. ഹലോ ഉതുപ്പേട്ടാ, എനിക്കൊരു സംശയം. ശോശാമ്മച്ചേർത്തി പറയുന്നു മദ്യശത്രുവാണ്, അത് ഒഴിവാക്കണമെന്ന്. നമ്മുടെ ബൈബിളിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ശത്രുക്കളെ സ്നേഹിക്കാൻ. ഞാനിപ്പോ ആര് പറയുന്ന അനുസരിക്കണ്ടത്? ഇത്തിരി മത്തുണ്ടെങ്കിലേ മാത്തപ്പനെ കാണാൻ ഒരു ചേലുള്ളൂ. അതുകൊണ്ട് താൻ ബൈബിളിൽ പറഞ്ഞ പോലെ ശത്രുവിനെ അങ്ങ് സ്നേഹിച്ചാൽ മതി. ഇതാരും റബേക്ക മോളോ? അതെ, പഴയ പോലല്ല, മോളിപ്പോ ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടിയാ, സ്വർണ്ണ ഖനി. അത് ഓർമ്മ വേണം. ഇതുങ്ങൾക്കൊപ്പം നിന്നില്ലെങ്കിലേ ഒക്കെ കള്ളപ്പണി ചെയ്യും. ഇവളാ ശോശാമ്മച്ചേർത്തി മോള് തന്നെയാ. അല്ല, ബാങ്കിൽ ഇന്റർവ്യൂവിന് പോയിട്ടുണ്ടായി. ബാങ്കുകാർ, LIC-ക്കാര് ഇവളൊന്ന് സമ്മതം മൂളിയ ഇന്ത്യൻ റെയിൽവേ വരെ ചൂളം വിളിച്ച് ഇവിടെ എത്തും. തൽക്കാലം ജോലി വേണ്ടെന്നാ മോള് പറയുന്നത്. എന്താ മോളെ അത്? അടുത്ത ഒളിമ്പിക്സാ എന്റെ സ്വപ്നം. ജോലി കിട്ടിയ പരിശീലനത്തിന് ശ്രദ്ധ കുറയും. മാത്രല്ല ശമ്പളവും ജീവിക്കാനുള്ള സൗകര്യം ഉണ്ടായ ലക്ഷ്യത്തിന്റെ തീവ്രതയും കുറയും. അതുകൊണ്ട് കുറച്ചു കാലം ഞാൻ എന്റെ അപ്പച്ചിയുടെ കൂടെ പറമ്പിലും പിന്നെ ട്രാക്കിലും കഴിച്ചുവിട്ടിട്ട് മതി ബാക്കിയുള്ളതൊക്കെ ജോലി. ഉതുപ്പേട്ടൻ്റെ ഈ മുഖം കണ്ടാലറിയാം എന്റെ എൻട്രി അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ലെന്ന്. മാതാവാണ് സത്യം. ഉതുപ്പേട്ടിന് ഗുണമുള്ളൊരു കാര്യമായതുകൊണ്ടാണ് ഞാൻ ഇവരെ കൈയോടെ ഇങ്ങോട്ട് പിടിച്ചോണ്ട് പോകുന്നത്. ഗോഡ് പ്രോമിസ്. എടോ, എത്ര പെട്ടെന്ന് തന്നോട് പറഞ്ഞതാ ഞാൻ ഈ സ്ഥലം വിൽക്കുന്നില്ലെന്ന്? രൂപതയുടെ പേര് മെഡിക്കൽ കോളേജ് വരുന്നു എന്നറിഞ്ഞപ്പോ പോലുള്ള ആക്രാന്തമാ. ഉതുപ്പേട്ടാ, നല്ല ബയേഴ്സാ, തട്ടിക്കളയരുത്. ബ്ലാക്ക് എത്ര വേണം, വൈറ്റ് എത്ര വേണം എന്ന് പറഞ്ഞാൽ മതി. നൗ യു ആർ എ മില്യണിയർ. കൊല്ലം കഴിയുന്നവരും മണ്ണിന് വില കൂടുന്നു, പൊന്നിനാണെങ്കിൽ ഇരട്ടിയുടെ ഇരട്ടി. പ്രായം കൂടുമ്പോൾ വിലയില്ലാതാവുന്ന മനുഷ്യന് മാത്രം വേസ്റ്റ് കേസ്. ഈ മണ്ണ് റബ്ബർ നട്ട് നശിപ്പിക്കാനുള്ളതല്ല, കോൺക്രീറ്റ് കെട്ടിടങ്ങൾ അവിടെ ഉയരാൻ പോകുന്നത്. ഒരു മോഹ വില ഇവരങ്ങോട്ട് പറയും. എനിക്കാകെ ഉള്ളൊരു മോഹമാണ്
കമ്പി കെട്ടി ചിരട്ട വെച്ച് മരം തെളിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ. 2 വർഷം കഴിഞ്ഞാൽ പാല് കിട്ടും. ആ കാശ് മതിയോ എനിക്ക്? യു പ്ലീസ് കം ടു പ്രാക്ടിക്കൽ ലൈഫ്. ഇമ്പോർട്ടിംഗ് ഇവിടെ കൂടി വരികയാണ്. റബ്ബറിന്റെ വില താഴുകയും ചെയ്യുന്നു. റബ്ബർ പന്ത് പോലും എറിഞ്ഞ പൊങ്ങത്തില്ല. എന്റെ മണ്ണ് എന്നെ ചതിക്കില്ലടോ. കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ തരാൻ ഭൂമിക്ക് മാത്രമേ കഴിയൂ. അത് തന്നെ ഞാനും പറയുന്നത്. ഡിമാൻഡ് എറിഞ്ഞ് ഇപ്പോൾ കൈമാറിയാൽ ആ ബാങ്കിലെ ലോൺ തീർക്കാം. ബാക്കി കോപ്പറേറ്റീവ് ബാങ്കിൽ ഫിക്സഡ് ഇട്ട് സുഖമായി ജീവിക്കാം. അവറാച്ചൻ വിട്ടെ. പോയേ. അല്ല, എങ്ങനെ ജീവിക്കണമെന്ന് എനിക്കറിയാം. അറിയാക്കൊരു കുഴി വെട്ടേണ്ട വരും. അതെ, അനുഭവത്തിൽ നിന്നാ പറയുന്നത്. മണ്ണിനെയും പെണ്ണിനെയും അമിതമായി വിശ്വസിക്കരുത്. അത് ഒരിക്കലും സ്ഥിരമായി നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല. ബ്രോക്കർ കാശിന് വേണ്ടി സ്വന്തം കെട്ടിയവളെ പോലും കൂട്ടിക്കൊടുക്കും. വൃത്തികെട്ട ശവം കണ്ടുപോരുന്ന എന്റെ മുമ്പിൽ. എഴുന്നേറ്റ് പോടാ. പോയേ. ഇവിടെ സംഭവിച്ചതൊന്നും മോൾ അമ്മച്ചിയോട് പറയണ്ട. അവള് വിഷമിക്കും. അപ്പച്ചിക്ക് ഇത് എന്താ പറ്റിയത്? ഇത്ര ഇമോഷണലായി ഞാൻ അപ്പച്ചി ഇതുവരെ കണ്ടിട്ടേയില്ല. ഏക്കർ കണക്കിന് റബ്ബർ തോട്ടവും സമ്പാദ്യവും ഉണ്ടായിട്ടും എല്ലാം ഉപേക്ഷിച്ച് എന്നോടൊപ്പം ഇറങ്ങി വന്നവളാണ് നിന്റെ അമ്മച്ചി. അവളുടെ പേരിൽ ഞാൻ വാങ്ങിച്ച മണ്ണായത്. അതിനൊരുത്തൻ പല പ്രാവശ്യം വിലപേശാൻ വന്നപ്പോൾ എൻ്റെ എല്ലാ നിയന്ത്രണവും വിട്ടുപോയി. അങ്ങനെ അതിമോഹങ്ങളൊന്നുമില്ല. എൻ്റെ ശോശാമ്മയുടെയും മക്കളുടെയും സന്തോഷം അത്രേ അപ്പച്ചി ആഗ്രഹിച്ചിട്ടുള്ളൂ. എന്നിട്ടെന്താ അമ്മച്ചിയെ മനസ്സിലാക്കാൻ അപ്പച്ചയ്ക്ക് പറ്റാതെ പോയത്? കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വല്യമ്മച്ചയ്ക്ക് കാണണമെന്ന് പറഞ്ഞ് അമ്മച്ചിയുടെ ആങ്ങളമാര് വന്നപ്പോ അപ്പച്ചി എന്തിനാ തടസ്സം പറഞ്ഞ്? അമ്മച്ചിക്കും കാണില്ലേ വയ്യാത്ത സ്വന്തം അമ്മച്ചിയെ കാണണമെന്നൊരാഗ്രഹം? അമ്മച്ചി മോളോടത് പറഞ്ഞോ? അമ്മച്ചി എൻ്റെ അടുത്ത് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അമ്മച്ചിയുടെ മനസ്സെനിക്ക് നന്നായിട്ട് അറിയാം. അപ്പച്ചിയുടെ ഇഷ്ടങ്ങളും സന്തോഷങ്ങളും അത് കവിഞ്ഞൊന്നും അമ്മച്ചിയുടെ മനസ്സിലില്ല. എന്ത് കളിയാടേ ഇത്? എന്തൊട്ടാ കാണിക്കണവൻ? എന്താടാ ലഡു? ഇന്നെന്താടാ ആരെങ്കിലും ബർത്ത്ഡേ ആണോ? അല്ല, ഒരു ശുഭാരം ചെയ്യുന്നതിന് മുമ്പ് സീനിയേഴ്സിന് മധുരം കൊടുത്തിട്ട് തുടങ്ങണമെന്ന് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്. എവിടെയോ കേട്ട പോലെ. നിന്റെ മുത്തശ്ശി പരസ്യത്തിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല. എന്തായാലും ഒരു റാഗിങ് കഴിഞ്ഞോടെ ഉമാര് നന്നായി. അല്ലെങ്കിലും അങ്ങനെയാ. ഒരു ബീവറേജ് ഷോപ്പ് ആവുമ്പോ ക്യൂ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് കോളേജ് ആവുമ്പോ റാഗിങ് ഉണ്ടാവും. അത്രേ ഉള്ളൂ. ചേട്ടന്മാരെ ഞങ്ങൾ അനുഗ്രഹിക്കണം. ആയിക്കോട്ടെ, ഞങ്ങളെ പോലെ നന്നായി വരും. ആവശ്യമില്ലാത്തൊക്കെ കാണിക്കാൻ നിന്നോട് ആരാണ്? പിടിക്കണം. ഓടരുത്. പറഞ്ഞാൽ കേട്ടു. ശരിയാക്കി തരാം. റാഗിങ്ങിന്റെ പേരിൽ കയ്യേറ്റം ചെയ്യാന്ന് വെച്ചാൽ ഇറ്റ്സ് എ ക്രിമിനൽ ഒഫൻസ്. 3 പേരുടെയും പേരൻസിനെ വിളിച്ചു വരുത്തി എനിക്കൊരു ഫൈനൽ ഡിസിഷൻ എടുത്തേ പറ്റൂ. മാഡം, ഞങ്ങൾ ഇവരെ കോളേജിലെ പെരുമാറ്റച്ചട്ടം പഠിപ്പിക്കുകയായിരുന്നു. പെരുമാറ്റച്ചട്ടം പഠിപ്പിക്കാൻ ഇയാളാരാ? മാഡം, ഇവര് ഞങ്ങളെ പ്രകോപിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ അത്തരത്തിലൊരു സ്ട്രഗിളിംഗ് ഉണ്ടാക്കിയത്. വാട്ട് നോൺസെൻസ് ആർ യു ടോക്കിംഗ്? ഈ പാവങ്ങൾ നിങ്ങളെ പ്രകോപിപ്പിച്ചെന്നോ? ക്ലാസ്സിൽ വെറും 5 പാവങ്ങളാ ഇവര്. വായിൽ വിരലിട്ട കടിക്കില്ല. അത്രക്ക് ഇന്നസെന്റാ. ഇന്നസെന്റ് അല്ല, ഭീമൻ രഘു. ആട്ടെ, ഇവരെങ്ങനെയാ നിങ്ങളെ പ്രകോപിപ്പിച്ചത്? അത് പിന്നെ കുണ്ടി കാണിച്ചെന്ന് പറ. പോടാ. എന്നാ ചന്തി കാണിച്ചൊന്ന് പറ. പറയൂ. മാഡം, they flashed their butts at us. That means they showed their ass like this. Sorry, madam. Stupid. You have exceeded all limits. I'm going to take strict action against you. Get out. കിഴക്കേ മലയിലെ വെണ്ണിലാവൊരു ക്രിസ്ത്യാനി പെണ്ണ്